ഹായ് സാർ. യെസ് പറയൂ. ഞാൻ ABC ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലാണ് വരുന്നത്. സാർ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കമ്പനി ഒരു 20% റിട്ടേൺസ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സാർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഓ 20%? അതെ സാർ, ഇത് 20% റിട്ടേൺസ് കിട്ടുന്ന ഗ്യാരണ്ടീഡ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺസ് സാറിന് കിട്ടും. അത് കൊള്ളാമല്ലോ. പക്ഷേ നിങ്ങളുടെ കമ്പനിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ? യെസ് സാർ, നമ്മുടെ കമ്പനിക്ക് എല്ലാവിധ സർട്ടിഫിക്കേഷൻ ഉണ്ട്. കൂടാതെ നമ്മുടെ കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ലോഞ്ചിങ് ഓഫറായിട്ട് സാർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആണോ? ഓക്കെ ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. 1 month later. ഹായ് സാർ, ABC കമ്പനിയിൽ നിന്നാണ്. സാർ ആദ്യത്തെ മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടിയോ? കിട്ടി. താങ്ക് യു. ഞാനൊരു 25 lakhs കൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഷുവർ സാർ, എന്തായാലും ഹെൽപ്പ് ചെയ്യാം. 1 year later. ഹലോ, ABC അല്ലേ അത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിരുന്നു. കാരണം എൻ്റെ മകളുടെ കല്യാണമാണ്. സോ കുറച്ച് ഗോൾഡ് വാങ്ങാമെന്ന് വെച്ചു. സാർ, ഞങ്ങളുടെ ബോർഡിലൊരു ഇഷ്യൂ, അതായത് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഒന്ന് മാറി. അതുകൊണ്ട് ഫണ്ട് ഇപ്പോൾ ലോക്കാണ്. പക്ഷേ സാർ, നമുക്ക് ഫണ്ട് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. Many months later. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപകരിൽ നിന്ന് 100 കോടിയിലധികം രൂപ തട്ടിയെടുത്ത് ഉടമകൾ മുങ്ങി. കണ്ടില്ലേ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ? കൂടുതൽ റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞ് ഇതുവരെ കളിക്കാത്ത കമ്പനികൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒന്ന് നിങ്ങൾ ആലോചിക്കുക, ഇത്രയും റിട്ടേൺസ് കിട്ടുമ്പോൾ എന്താണ് ആ കമ്പനികളുടെ ലാഭം? പിന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ഇടുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. സോ ഡെപ്പോസിറ്റ് ഇടുമ്പോൾ ആ കമ്പനിയെ പറ്റി പഠിക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, ആരാണ് റെഗുലേറ്റർ, സെബി ആണോ RBI ആണോ, അതൊക്കെ ചെക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ഇടുമ്പോൾ ആ സ്കീമിനെ പറ്റിയെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കാം. പിന്നെ എല്ലാവരും ഡെപ്പോസിറ്റ് ഇട്ടു എന്നാൽ ഞാനും ഇടണം, ഇതിനെ നമ്മൾ ഫോമോ എന്നാണ് പറയുക. ഈ ഒരു ചിന്താഗതി ആദ്യം മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോവാതെ നോക്കാം.